ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ഫയർ പാർട്ട് 15 ആണ് ഗൈസ്. ഞാനൊരു കാര്യം തീരുമാനിച്ചു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തോട്ട് എല്ലാ എൻ്റെ ഈ ഫ്രീ ഫയറിൻ്റെ എല്ലാ വീഡിയോസും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരു സോളോ ആണ് ഇട്ടേക്കുന്നത്. ഒരു വീഡിയോ മൊത്തം ഈ ബാറ്റിൽ റോയൽ, ഒരെണ്ണം മൊത്തം CS റാങ്ക്ഡ്, ഒന്ന് മൊത്തം BR റാങ്ക്ഡ്, ഒന്ന് ക്ലാഷ് കോഡ്, ഒന്ന് ലോൺ വുൾഫ്. ഈ വീഡിയോ ലോൺ വുൾഫിൻ്റെ ആണ് ഗൈസ്. ലോൺ വുൾഫിൽ ഏതോ സീൻ പ്ലെയർ ആണ്. നല്ലൊരു പ്ലെയർ. നല്ല പാടായിരുന്നു. അവൻ ഏതോ നല്ലൊരു പ്ലെയറാണ്. അവൻ AW വെച്ച് കളിക്കാത്ത എന്താണ് ബ്രോ? AW ചുമ്മാ ഇരിക്കില്ലേ? അവൻ കളിച്ചായിരുന്നു എനിക്ക് ഡിഫൻസൊക്കെ കിട്ടുന്നു. ഏത് വഴിയെന്നാ വരുന്നത് നോക്കട്ടെ. ഇത് ചെറിയ പ്ലേസൊക്കെ എന്ന് വെച്ചാൽ എന്നെക്കാട്ടി വരുന്നത്. എനിക്കറിയാം ബോംബ് പൊട്ടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. നമുക്കിറങ്ങാം. അതെന്താ ലെഫ്റ്റ് പോയാ? എനിക്ക് ലാഭ് പോയാലോ? അങ്ങനെയായിട്ട് എനിക്ക് എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. ഏതായാലും നല്ല കാര്യം തന്നെ. ഇതാണ് നമ്മൾ ഏത് കണ്ണെടുക്കും. ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാൻ മാക്ക് എടുക്കാൻ വന്നേ, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങാത്ത ഇതിപ്പോൾ ലാഭമായാലോ. വെച്ചാൽ അവനെ കയറി ചെന്നവൻ അണ്ണാക്ക് പൊട്ടിക്കും. നല്ല കീറിനാണ് മാക്ക്. എന്താണ് ബ്രോ? വലിയ കമ്പത്തെ പേരല്ലേ അടക്കട്ട്. ഇത് അവൻ എന്നോന്ന് എടുക്കുമെന്ന് ദൈവത്തിനറിയാം. ഈ കളിക്ക് അവർ ആക്റ്റീവാട്ടാ. ഇവിടെ ഈ സൗണ്ട് കേട്ട് സൗണ്ട് വരുന്നു. അവൻ കളിക്ക് അവൻ ചത്ത്. കുറേ ഉള്ളു. ഇതൊക്കെ സിമ്പിൾ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കളിക്കുന്നുണ്ടോയെന്ന്. DLS റൂം ഇതെന്ത് ഏതാ കളിക്കുന്നത്? ആ ബ്രോ ഇപ്പോഴും കളിക്കുന്നുണ്ട്. നമുക്കിപ്പം ഡിയോ ഇടാം ഗൈസ്. എൻ്റെ കൂടെ വേറെ ഏതോ ലേഡി ക്യാരക്ടറാണ്. അതിന് മേലായിട്ട് ലേഡി ക്യാരക്ടറിൻ്റെ പേരെന്താ? കെലിയല്ലേ? കെലി ഈ പെണ്ണിൻ്റെ പേര് എന്ന് വെച്ചാൽ റിയൽ നെയിം അല്ല. ഈ ഗെയിമിൻ്റെ അകത്ത് ഈ ക്യാരക്ടറിൻ്റെ ഡെസേർട്ട് ഈഗിള് ശരിക്കുള്ള പ്ലെയർ തന്നെ. അത് വണ്ടാ പഠിക്കുന്ന ടീംസ്.
ഇതുകൊണ്ട് വരുന്നത് പറഞ്ഞല്ലേ. ഓ വേണ്ടായിരുന്നു. എന്നാ ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ ടീമാ. എന്നെ അടിച്ചു ടീം അടിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഇതിനൊക്കെ ഏതാ? ആ പെണ്ണ് എന്നെക്കാട്ടി വലിയ പ്ലെയറാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുമോ? കളി പ്രശ്നമായിട്ടോ ഇതിൽ കയറുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു പോകുന്നു. ഓക്കെ, അവള് പോയി കൊന്ന്, ഞാൻ അടിച്ചു കൊടുത്ത് അവള് പോയി കൊന്നു. മറ്റേവൻ എനിക്ക് അവൻ്റെ ഹെൽത്ത് പറഞ്ഞപ്പോൾ ഹീലടിക്കാൻ വേണ്ടി അവിടെ പോയതായിരിക്കും. ഇപ്പം ഞാൻ കയറിപ്പോയിരുന്നു എന്നെ അടിച്ചുതരാം. ഒയ്യോ FF നൈഫ് എൻ്റെ മോനെ. നല്ല പ്ലെയറാണെങ്കിൽ അത് വെച്ച് ഒറ്റയെടുത്താൽ നല്ല ഡാമേജാണ് അവളെടുത്തില്ല ഈ സാധനത്തിന്. ഇനി പെട്ടെന്ന് പറഞ്ഞാൽ മതി. അവൾ ആരെയും ഇല്ല. ഹെൽത്ത് നോക്കി എന്തോ പ്രശ്നം പറ്റിയത്. എനിക്ക് തോന്നാറില്ലേ എനിക്ക് അവന്മാരെ സ്റ്റക്ക് എങ്ങാണോ ആയിക്കാണ്. ഇവള് ഹെൽത്ത് അവൻ അത്രയും പ്രോയായി അവന്മാരടിക്കുന്നത് ഇമ്പോസിബിൾ. നോക്കാലോ. ഓ എന്നെ FF നൈഫ് വെച്ച് കൊന്ന്. അവൻ മറ്റേവനെന്തേ? ഞാൻ പറഞ്ഞില്ലേ FF നൈഫ് ഭയങ്കര സീനാകണ്ട്. നോക്കട്ടെ ചോരത്തെ ഇപ്പം MB ഞാൻ പറയാൻ വേണ്ടി ഇരുന്നേ. ഈ എയർപ്ലെയിൻ്റെ സ്ഥലം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഓപ്പണൻ്റ് എന്തായാലും ഈ ഗണ്ണായിരിക്കും. അല്ലെങ്കിൽ ഇന്ന വാരം എന്തായിരുന്നു പോയി. ഇത് വല്ലാത്ത പരിപാടി ഗൈസ്. ഇത് നല്ല ഹാർഡാണ്. എൻ്റെ ടീംമേറ്റിന് ഓൾറെഡി ഒന്ന് ഓടിക്കോ. നന്നായിട്ട് പെട്ടേ. നല്ല വെപ്പണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ. എന്താ ആരാ? എന്നെ കൊന്നു. എന്നെ കൊന്നു. അവ എന്നെ അടിച്ച് ഇരിക്കാൻ പോയാ സാറ്. ഓ ദേഷ്യം വരുന്നു. സീനില്ല. ഒരുത്തൻ ഡെമോ എന്നിട്ട് ഒരുത്തൻ തീർന്നു. എന്നിട്ട് അവൻ ഒറ്റക്കിട്ട് ചെയ്യണമെങ്കിൽ അവൻ എത്ര വലിയ പ്രോയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനേ ഉള്ളൂ. തോണ്ട് വരുന്നു. പിന്നെ അവിടെ നിന്ന് അടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നെ അടിച്ച് ഞാനും കൊടുത്ത്. അവളെ ഓൾറെഡി കൊന്നിട്ടിരിക്കുകയാണ് അവൻ. പൊളി. അവൾ ഡാമേജ് കൊടുത്തില്ല. എന്ത് ചെയ്യണമല്ലേ? ഇറങ്ങി ഈ സ്ഥലമായതുകൊണ്ട് VSK 94 പ്ലസ് MB40.
എൻ്റെ ടീംമേറ്റ് ചത്ത്. എന്നെ അടിച്ച് നല്ലൊരടി സമ്മാനം നിൽക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങി കളിച്ചാലോ? ചത്ത നീ നോക്കണേ. ഞാൻ മനസ്സിലായോ? ഞാൻ ഒരുത്തന്നെ മണ്ട ഇപ്പം അടിച്ച് വിളിച്ചിട്ടല്ല. ഓ ഷിറ്റ്, ചത്ത അവൻ ചത്ത്. അപ്പം അതാരാ? ആ മറ്റേവരും ചത്തത്. എനിക്കൊന്നും അവൻ ഡെമോ ഉണ്ടേ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വരും. ഇപ്പം നോക്കണേ. ഓ വന്നേണ്ടാ ഓ ഇറങ്ങി കളിച്ച പണിയാണ്. എൻ്റെ ടീംമേറ്റ് പോയി. അവനും കിട്ടി, എനിക്ക് കിട്ടി. അവന്മാരെ അടിച്ചു പൊളിച്ച്. ഞാൻ കൈയിട്ട് മാറി അടിച്ചുകൊണ്ട് കുറേ ബുള്ളറ്റ് യൂസായി. യെസ്, അല്ലെങ്കിൽ ഇപ്പം ഫ്ലൈറ്റ് മാറി കളിച്ചില്ലേ. ഹെഡ് ഹണ്ടറോ? ഓ അതെന്നെക്കാട്ടി വലിയ പ്ലെയർ ആയിരുന്നു. ഷിറ്റ്, നോക്കട്ടെ. അതൊന്നും അറിയാൻ പറ്റില്ല. നമുക്കടുത്ത 1v വേറൊരു മോഡും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അതും കൂടെ കളിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ സിൽവർ സെക്കൻഡ് ആയിട്ടുണ്ട്. ഡ്യുവൽ അപ്പം നമുക്ക് ഡ്യുവലും കൂടെ നടക്കും. അതോടെ വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ പേടിച്ചു. ഇതേതോ ഹാനാണെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല. ഗ്രോസയാ സീൻ. നമുക്ക് MB5 തേർഡ് അതാണ് കുറച്ച് സീനുള്ളത്. ഇതാണ് MB5. അത് വലിയ ഏതോ ടീമാട്ടാ ഗൈസ്, അത് വലിയ ഏതോ ടീമാ. എൻ്റെ ടീമേറ്റ് നല്ല സീൻ. സ്മോൾ ബ്രസ് ശരിക്കുള്ള പ്ലെയർ. ഇങ്ങനെയാണ് ഫ്രീ ഫയർ ശരിക്കും കളിക്കുന്നത്. അടിച്ചു നോക്കി. ഒരു ഹെൽത്ത് പോലും പോയില്ല അവൻ. അതാണ് ശരിക്കുള്ള ഫ്രീ ഫയർ പ്ലെയർ. അവൻ കളിക്കുന്നത് ഞാനും കളിക്കട്ടെ. അതാണ് കളിക്കാൻ നോക്കി. എനിക്ക് കിട്ടി, വേറെ ആരാ കിട്ടി. ഇവരിപ്പം വീക്കാവും. ഇവനിപ്പം അടി വരും. ബാക്കിൽ നിന്ന് ഹെൽത്ത് അടി. അവനെ ഓൾറെഡി കൊന്നു. അത് ഞാനാണോ? എൻ്റെ ടീംമേറ്റ് നല്ല ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഈ സ്ഥലത്ത് ഈ AW എടുത്താൽ നല്ല പണി കിട്ടും. നമുക്ക് ചാർജ് ബസ്റ്റ് എടുക്കാം. AW എടുത്താൽ അവന്മാർ നല്ല കളിയുണ്ട്. ഓ നമുക്കറിയില്ലേ അല്ലെങ്കിൽ അവന്മാർ അടിയിൽ അടിച്ചിട്ടുണ്ട്. പ്രോ പ്ലെയറൊക്കെ എന്താ
അമ്മമാരെ ഡെഡായി. അതൊക്കെ നിസ്സാരം. എനിക്കല്ല, എൻ്റെ ടീമേറ്റിന്. എനിക്ക് നിസ്സാരമല്ല. ടീമേറ്റ് അങ്ങനെ ഗെയിം ലെഫ്റ്റായി പോയിട്ട് അവൻ്റെ ബോട്ട് സ്റ്റക്കായാൽ തീർന്ന്. ഇനി ഒന്നും പറയില്ല. ഇനി നമുക്കിത് വെച്ചാൽ കളിക്കട്ടെ. അവിടെ ഒരു ബോംബ് ഇടുമ്പോഴേ അമ്മമാരറിഞ്ഞു. എൻ്റെ ബാക്കിൽ ഞാൻ തിരിഞ്ഞിട്ട് ഗ്ലൂ വാൾ ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എല്ലാം പൊളി. നിങ്ങളാരെങ്കിലും പണിയാൻ വരുന്നെങ്കിൽ വന്നോ കേട്ടോ. ഒന്ന് റെഡി ആയെന്ന് വെച്ചേക്കാം. കളി തുടങ്ങുമ്പോഴത്തേക്ക് എടുത്തെന്ന് അറിയാം. എന്തായാലും അവന്മാർ ആ ഏരിയ വിട്ടെന്ന് വരും. പക്ഷെ അതാണ് റിസ്ക്. എന്നാലും എൻ്റെ ഒരു ഇതിൽ വരുന്ന ബാഗ് ഡെസേർട്ടുകളാണ് എനിക്ക് ബെറ്റർ. വണ്ടാപ്പല്ല ഈ ഹെഡ് ഷൂട്ട് ഞാൻ അടിച്ച്. എൻ്റെ ടീമേറ്റ് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.